ഈ KSUവും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അത് അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ ഗ്രൂപ്പിസമാണ് എന്നൊരു വലിയ ആശങ്ക പുറത്തു വരുന്നുണ്ട്. ഈ KSU എന്ന പ്രസ്ഥാനം കുറേ വർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതായത് മരവിച്ച് കിടന്നൊരവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഒരു സംഘം ചെറുപ്പക്കാർ കുറച്ച് നാളായി അവർ തിരിച്ചതിനെ ഉയർത്തിക്കൊണ്ട് വന്നു. ഒരു സത്യമാണ്. മുമ്പ് ഇപ്പോൾ എന്ത് KSU ഏത് KSU പല കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. പക്ഷേ KSU തവണ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ള കാര്യം പ്രസക്തമാണ്. അങ്ങനെ മുഖ്യമന്ത്രി പറയരുതായിരുന്നു ഒരിക്കലും. KSUവിന് ലോ കോളേജ് യൂണിറ്റ് ആണോ ഞങ്ങളുടെ ഈ പുഴറമ്പര നിയമനത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചത് ഒട്ടും ശരിയല്ല. അദ്ദേഹം വേണമെങ്കിൽ DFIക്കാരെ SFIക്കാരെ ചോദിച്ചാൽ പിന്നെ സഹിക്കാം. സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ അനുചിതമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇങ്ങനെ ഈ ഗവൺമെൻറ് പ്ലീഡർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരാൾ പഴയ SFIക്കാരിയും ഒരാൾ ABVPക്കാരനുമാണ്. അതെ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മുഖ്യമന്ത്രിയോട് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്യാതെ എഴുത്തിയാടി യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ പ്രസ്താവന ഇട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതിന് അങ്ങനെ വന്നതുകൊണ്ടാണ് സതീശൻ രൂക്ഷമായിട്ട് പ്രതികരിച്ചത്. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാതെയാണ് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ ഒരു പ്രശ്നം സതീശൻ പറയുന്നത് ഇത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയാണ് എന്നുള്ളതാണ്. പക്ഷേ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ പറയുന്നത് ഞങ്ങൾ കൊടുത്തതല്ല. അതുപോലെ വേറൊരു കാര്യം, ഇതിൽ ഒരാൾക്ക് വേണ്ടി ഒരു ലോക്സഭാംഗമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഏത് ലോക്സഭാംഗമാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയാണ് സതീശൻ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ലോയേഴ്സ് കോൺഗ്രസ് ഇത് നിഷേധിച്ചു. ഇത് ലോയേഴ്സ് കോൺഗ്രസ് നിഷേധിച്ച് ഞങ്ങൾ ആരുടെയും പട്ടിക കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടിക പ്രകാരം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേരാണ് അവരെല്ലാവരും പറയുന്നത്. ഇയാളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് എന്നാണ്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്, അയാളാണ് തീരുമാനിച്ചതെന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പം അലോഷ്യസ് സേവ്യറിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്, അലോഷ്യസ് സേവ്യർ 2 സീറ്റുകൾ ലക്ഷ്യമിട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഒന്നീ പൂഞ്ഞാർ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ആ സീറ്റ് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് അലോഷ്യസ് സേവ്യറിന് കിട്ടേണ്ട ആ സീറ്റ് ഇയാൾ വെട്ടിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. സതീശൻ വെട്ടി. അതിനെ തുടർന്ന് അലോഷ്യസ് സേവ്യറിനെ വെച്ച് ഗ്രൂപ്പുകൾ കളിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും അവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണ്. അതിനകത്ത് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസ്താവന ഇറക്കിയത് മന്ത്രി M. ലിജു ആണ്. അദ്ദേഹം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലൊരു വിവാദം വന്നപ്പോൾ അദ്ദേഹത്തോട് ആലോചിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP ബെവ്കോയുടെ MD ആയിട്ടിരിക്കുന്നു, അയാളെ ഒഴിവാക്കണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെടാൻ പറഞ്ഞിട്ട് കാലം കുറയായി. ഇതുവരെ അത് നടന്നിട്ടില്ല. അങ്ങനെ 2 വിഷയങ്ങൾ M. ലിജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ അത് പരിഹരിച്ചിട്ടില്ല. ലിജു പക്ഷേ അതൃപ്തി പരസ്യമാക്കി പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുമില്ല, പക്ഷേ പ്രതികൂലമായിട്ട് പറഞ്ഞിട്ടില്ല. പാർട്ടിയെയോ മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെയാണ് പ്രശ്നം. ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ നിരാശയില്ല. മാത്രമല്ല KSU നേതാക്കന്മാരും മുഖ്യമന്ത്രി കാണാൻ അനുമതി തേടിയപ്പോൾ അനുമതി നിഷേധിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതെ, അവർ ചോദിക്കുന്നത് ഇവിടെ എന്തോ ഹിന്ദു സംഘടനയുടെ ഹിന്ദു പരിഷത്ത് ശശികലയ്ക്ക് അനുമതി കൊടുത്തവർക്ക് എന്തുകൊണ്ട് അലോഷ്യസ് സേവ്യറിന് അനുമതി കൊടുത്തുകൂടാ? അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആലോചിക്കാതെ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അയാൾക്കുള്ള അനുമതിക്ക് കാരണമായി. ഇതിനിടയിലാണ് NSSന്റെ നേതൃത്വത്തിൽ ചില ഷോകളിൽ നൽകും. സുകുമാരൻ നായർ കളത്തിലിറങ്ങി. അതെ, സുകുമാരൻ നായർ കളത്തിലിറങ്ങി. സുകുമാരൻ നായർക്ക് വേണ്ടി ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് സമുദായങ്ങൾ രംഗത്തിറങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ സതീശൻ്റെ ഈ 1-2 കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം ശരിക്കും പാർട്ടിയിലെ ഇതര ഗ്രൂപ്പുകൾക്ക് KC ഗ്രൂപ്പിന് അടിക്കാനൊരു വടി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നു എന്നുള്ള കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും MLA പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു. തല്ലുകൊണ്ടത് മുഴുവൻ ഈ പോഷക സംഘടനയിൽപ്പെട്ടവരും മറ്റ് ആളുകളൊക്കെയാണ്. PD സതീശനൊന്നും തല്ലുകൊണ്ടിട്ടില്ല, പോലീസിന് ലോക്കപ്പിലും കിടന്നിട്ടില്ല, ജയിലിൽ നിന്നും കിടന്നിട്ടില്ല. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എല്ലാ KSUവിലെയും യൂത്ത് കോൺഗ്രസ് എല്ലാവരും അങ്ങനെ ചെയ്തൊന്നും അല്ലെങ്കിൽ പോലും വലിയൊരു വിഭാഗം നേതാക്കൾ ഒരുപാട് മർദ്ദനമേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ട് CPM കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചാൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയിരിക്കുകയാണ്. കിട്ടുമ്പോൾ
പണ്ട് തങ്ങളെ ചവിട്ടിക്കൂട്ടിയന്മാരെല്ലാം പിടിച്ച് ഓരോ പദവികളിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടിയാണ്. എല്ലായ്പ്പോഴും ഒരു ഭരണത്തിൽ വരുമ്പോൾ പണ്ട് ഇവരെ ഉപദ്രവിച്ചിരുന്നവരെല്ലാം തെരഞ്ഞു വിളിച്ച് കൊണ്ടുവന്നവർക്ക് ഓരോ സാധനം കൊടുക്കും. അല്ല, ഇതിനകത്ത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം അടൂർ സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നു. അതാണ് ഭയങ്കര രസമാണ്. കാരണം അവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹർഷകുമാർ ഉണ്ടായിരുന്നു, CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഈ ഹർഷകുമാറിനെതിരെ നിരന്തരമായിട്ട് ഈ വഞ്ചിയൂർ കോടതിയിലുള്ള ഒരു അഭിഭാഷകൻ ഗിരീഷ് ദാസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതായത് ഹർഷകുമാർ ഒരു സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം, അതായത് നിരന്തരമായിട്ടിട്ട് ഹർഷകുമാറിനെ എതിരെ പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹർഷകുമാർ ഒരു പരാതി കൊടുക്കുന്നു പോലീസ്. മിനിറ്റ് വെച്ച് ഈ അഭിഭാഷകനെ ഇവിടെ വന്ന് അടൂർ പോലീസ് പൊക്കിക്കൊണ്ട് പോകണം. ഓർത്തോണം, ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അല്ല, അപ്പോൾ ഇപ്പോഴും പിണറായി പോലീസ് ആണല്ലോ. അല്ല, അതെ, ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് പോരുകയാണ്. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ പഴയ KPCC അംഗത്തിൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തെയാണ് ഇവിടെ വന്ന് പോലീസ് തൂക്കിയെടുത്ത് അവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ മനുഷ്യന് വേറെ ഏതോ കേസ് ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സമയത്താണ് അതൊന്നും ആലോചിക്കാതെ ഇവർ കൊണ്ടുപോയി. 2, ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല. 3, ഇതൊരു അപകീർത്തി കേസ്. അപകീർത്തി കേസ് വകുപ്പിൽ പെടുന്നു. ആ ഡിഫമേഷനാണ്. അതിന് പോലീസിന് ഇടപെടാൻ അധികാരമില്ല. അവർ വേണേൽ കോടതിയിൽ പോയി കേസ് കൊടുക്കണം. അപകീർത്തിക്കല്ലാതെ വേറൊന്നുമില്ല. അപ്പം എന്ത് പറയുന്നു, ഇനി അഥവാ ഇവർക്ക് സ്റ്റേഷനിലോട്ട് വിളിക്കണം, ഒരു പരാതി കിട്ടിയതല്ലേ, ഇത് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ആ നോട്ടീസ് ഇഷ്യൂ ആയിട്ട് വന്നില്ലെങ്കിൽ ഇയാളെ പിടിച്ചോണ്ട് ഒരു അത്ര തക്ക ഗ്രാവിറ്റി ഉള്ള കുറ്റമാണ്. ഇത് അതൊന്നുമല്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ്. അപ്പോൾ പൊക്കിയെടുത്ത് ഇവിടെ കൊടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കളി മാറി. അപ്പോഴാണ് അറിയുന്നത് ഇത് KPCC അംഗത്തിൻ്റെ ഭർത്താവാണെന്ന്. അപ്പോൾ അവസാനം ഇത് മൊത്തം പ്രശ്നമായിട്ട് പോലീസ് നേരെ പ്ലേറ്റ് തിരിച്ചു. സാർ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോ സാർ. അപ്പോൾ അയാൾ പോകത്തില്ല. അയാൾ അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇത് തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകത്തു. അങ്ങനെ അവസാനം പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അവസാനം പത്തനംതിട്ട SP അതിലൂടെ വന്നപ്പോൾ അദ്ദേഹം ഈ വിഷയം അറിയുന്നു. അദ്ദേഹം ഇത് ചർച്ച ചെയ്ത് ഈ വക്കീലുമായിട്ട് ധാരണ എത്തിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് ആ വക്കീൽ വന്നത്. പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ആദ്യം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിക്കണം, നിങ്ങൾ പോലീസുകാരനെ ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയുള്ള റിപ്പോർട്ട് എനിക്ക് വേണം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എല്ലാം എടുത്ത് വെച്ച് റെഡിയായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാൻ പോകണമെന്നാണ്. അപ്പോൾ അത് ആലോചിച്ചോണം, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ വെറും അപകീർത്തി കേസ്, പോലീസിന് ഇടപെടാത്ത കേസ്. അപ്പോൾ അതിനകത്തെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് വേണ്ടി കോൺഗ്രസിന്റെ ഒരു MLA ആണ് ഇടപെട്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ കേസെടുക്കും. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുക. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം, ഈ പിണറായി നിയമിച്ച ഈ ഒരാള് നിരന്തരമായി KSUക്കാരൻ മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാണെന്ന് പറയുന്നുണ്ടല്ലോ കോളേജിൽ. അതെ, അവർക്ക് കോളേജ് കയറാൻ പറ്റാത്ത അവസ്ഥ വരുത്തിയ ആളാണെന്നാണ്. അടികൊണ്ട് KSUക്കാർ മൊത്തം ഇപ്പോഴും ഇതിലൂടെ തേരാപ്പാര കേസ് കളിച്ച് നടക്കുകയാണ്. അന്നേരമാണ് ഈ ഇന്നലെ അവനെ അടിച്ചവൻ വന്ന് ഗവൺമെന്റ് പ്ലീഡറായിട്ട് അടികൊണ്ട് ഇവൻ പ്രതിയായിട്ട് ആ കൂടെ നാളെ സർക്കാർ മാറുമ്പോഴേക്കും അപ്പുറത്ത് പോവുകയും ചെയ്യും. അവിടെയാണ് ഇതിനകത്ത് നമുക്ക് എല്ലാം പറയുമ്പോൾ എല്ലാം പറയണം. വളരെ വലിയ ആരോപണം ഉയരുന്നുണ്ട് ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ. വ്യാപകമായ കച്ചവടം നടക്കുന്നതായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ആൾ വഴിയാണ് ഡീല് നടക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഡീല് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളെ ആൾ മാറി നിയമിച്ചതും. 1 അല്ല 3-4 പേരെ നിയമിച്ചത്. ആ ഡീലിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നതായിട്ടും ആരോപണം ഉയരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് പുറത്തു വരണം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസം ഒറ്റ പത്രസമ്മേളനമാണ് ഈ സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത്. സ്വന്തം കുട്ടികളാണെന്നുള്ള ഓർമ്മ അദ്ദേഹത്തിന് വേണമായിരുന്നു. കുട്ടികൾ പക്വത കാണിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി പക്വത കാണിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം വന്നു മുഖ്യമന്ത്രിക്കെതിരെ. ഇദ്ദേഹം കേസുകൊണ്ട് പ്രവർത്തിച്ച് അവിടെ തല്ലുകൊണ്ടിട്ടുണ്ടെന്നോ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ പോസ്റ്റ് ഇടാൻ തുടങ്ങി, പഴയ KSUക്കാരൊക്കെ. എന്താണെങ്കിലും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആവശ്യം ന്യായമാണ്, അവരുടെ പ്രതികരണം ന്യായമാണ്. ആ ന്യായമായ പ്രതികരണത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവർ അവഹേളിക്കരുത്. അതെ, അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പം അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയോട് പറയാതെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് തന്നെ വിചാരിക്കുക. അയാളെ ശാസിക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതിനുടനെ KSUക്കാരനാണോ യൂണിറ്റ് പ്രസിഡന്റ് തീരുമാനിക്കും? KSU യൂണിറ്റ് പ്രസിഡന്റ് ആണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനം? അത് അവർ പറയുന്നത് കേൾക്കണം. കാരണം അവർ കൊണ്ട അടിയുടെ ഫലമായിട്ടാണ് നിങ്ങളൊക്കെ അധികാരത്തിൽ. അത് ഇവർക്ക് അധികാരത്തിൽ കഴിയുമ്പോൾ മറന്നു. ഇവരെപ്പോഴും അത് മറക്കാൻ പാടില്ല, മൊത്തം മറവിയാണ്. പിന്നെ ആ ഒന്നും ഓർമ്മയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം ഇവർക്ക്.